പൊതുവേദികളിലെ പ്രതികരണങ്ങളിൽ മുതിർന്ന നേതാക്കൾ നടത്തിയ വീഴ്ചകളാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, AK ബാലൻ എന്നിവരുടെ പേരുകളും വിവാദമായ പ്രതികരണങ്ങളും പരാമർശിച്ചുകൊണ്ടായിരുന്നു വിമർശനം. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് EP ജയരാജൻ വിശദീകരിക്കണമെന്നും ആവശ്യമുയർന്നു. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവും ആവശ്യമുന്നയിച്ചവരിൽ ഉൾപ്പെടും. സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ക്രിയാത്മകമായ വിമർശനങ്ങളാണ് ഇത്തവണ CPM സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായ ഘടകങ്ങൾ വിശകലനം ചെയ്യപ്പെട്ട ചർച്ചയിൽ അംഗങ്ങൾ വിരൽ ചൂണ്ടിയത് മുതിർന്ന നേതാക്കളുടെ നേർക്കായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ രേഖയിൽ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി എടുത്തു പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉപദേശിച്ച മുതിർന്ന നേതാക്കൾ തന്നെയാണ് വിവാദ പ്രതികരണങ്ങൾ നടത്തിയതെന്ന് അംഗങ്ങൾ വിമർശിച്ചു. സംസ്ഥാന കമ്മിറ്റിയെ ഉപദേശിച്ചവർ തന്നെ അത് ലംഘിച്ചു. മാതൃകയാകേണ്ടവർ ആ നിലയിലേക്ക് ഉയർന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവരുടെ പേരുകളും അവർ നടത്തിയ വിവാദ പ്രതികരണങ്ങളും പരാമർശിച്ചുകൊണ്ടായിരുന്നു വിമർശനം. യോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും ലോകത്തോടാണ് സംസാരിക്കുന്നതെന്ന കാര്യം നേതാക്കൾ മറന്നു. ഈ ജാഗ്രത കുറവാണ് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയതെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രശ്നത്തിൽ EP ജയരാജനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. കൂടിക്കാഴ്ചയെപ്പറ്റി EP ജയരാജൻ വിശദീകരിക്കണമെന്നായിരുന്നു ആവശ്യം. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത്. കല്യാണ വീട്ടിലോ ബസ്സിലോ ട്രെയിനിലോ വെച്ച് BJP നേതാക്കളെ കാണുമ്പോൾ സംസാരിക്കുക പതിവാണ്. അത് കേരളത്തിലെ മര്യാദയാണ്. എന്നാൽ ദേശീയ നേതാവ് വീട്ടിലെത്തി കാണുന്നതിനെ അങ്ങനെ എടുക്കാൻ കഴിയില്ലെന്നായിരുന്നു കണ്ണൂർ നേതാവിന്റെ വിമർശനം. സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും EPക്കെതിരെ നിലപാടെടുത്തു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെയും കടുത്ത വിമർശനം നടന്നു. സംഘടനയ്ക്ക് ചേരാത്ത പ്രതികരണങ്ങളാണ് ആർഷോയിൽ നിന്നുണ്ടായത്. SFI നേതൃത്വത്തിൽ തിരുത്തൽ വേണമെന്നും ആവശ്യമുയർന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ഒരു മണ്ഡലത്തിലും പ്രത്യേക പരിശോധനയോ അന്വേഷണമോ ഉണ്ടാകില്ല. തോൽവി മുൻകൂട്ടി കാണാനാകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ബൂത്ത് തലം വരെ പരിശോധിക്കും. മേഖലാ യോഗങ്ങളും പരിശോധനയും ജൂലൈ 15 പൂർത്തിയാക്കും. ജൂലൈ 17, 18 തീയതികൾ വീണ്ടും സംസ്ഥാന കമ്മിറ്റി ചേർന്ന് സർക്കാരിന്റെയും പാർട്ടിയുടെയും ഭാവി പ്രവർത്തനം സംബന്ധിച്ച മാർഗരേഖ തയ്യാറാക്കും. കേന്ദ്ര കമ്മിറ്റി തീരുമാനം കൂടി ഉൾക്കൊണ്ടായിരിക്കും രേഖ. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.